വെൽക്കം യൂട്യൂബ്. അതുപോലെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 വർഷമായിട്ട് കാത്തിരുന്നൊരു സർട്ടിഫിക്കറ്റാണ്. 2018 ഞാൻ പോളിടെക്നിക്കിൽ അഡ്മിഷൻ എടുക്കുന്നത്. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കോട്ടയം നാട്ടകത്താണ് ഞാൻ പഠിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. 2021 പാസ് ഔട്ടായി. അതിന് മുന്നത്തെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. സപ്ലി എക്സാം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ തന്നെ SBTയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് DTയിൽ തടഞ്ഞു വെച്ചേക്കുമായിരുന്നു. എടുക്കാതിന് കാരണം NCCയുടെ ഗ്രേസ് മാർക്ക് ഞങ്ങൾക്ക് ആഡാകുന്നില്ലായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു മാഡത്തിനോടും അതുപോലെ തന്നെ നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഹയർ ഓഫീഷ്യൽസിനോടും എല്ലാം ഡെയിലി മെയിൽ അയച്ച ദിവസങ്ങളുണ്ട്. അങ്ങനെ ലാസ്റ്റ് കൈ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രേസ് മാർക്ക് ആഡായി. അത് കഴിഞ്ഞ് ഗ്രേസ് മാർക്ക് ആഡായി കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് അത് CGPയിൽ മാറ്റം വന്നത്. അങ്ങനെ പാസ് ഔട്ടായി കഴിഞ്ഞ് ഏകദേശം 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ പഠിച്ച കോളേജ് GPTC കോട്ടയമാണ്. ആ കോളേജിൻ്റെ ചെറിയൊരു വീഡിയോയും കാണിക്കാം. ഞാൻ NCC സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് പാസ്സായതും ഞാൻ നാട്ടകം പോളിടെക്നിക്ക് വെച്ചിട്ടാണ്. ഒരു വീഡിയോ ഞാൻ ഇതിനോട് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ ദയവേത് നീ ഒരിക്കലും സപ്ലി അടിക്കാൻ പോകരുത്. സപ്ലി അടിച്ചാൽ പിന്നെ അത് എഴുതിയെടുക്കാൻ ഭയങ്കര പാടാണ്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് എഴുതിയെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ സപ്ലി അടിച്ച് കഴിഞ്ഞ് മാസമാണെന്നൊക്കെ ഓർത്തിരിക്കുകയാണെങ്കിൽ ഇത് വെറുതെയാണ്. ഈ എഴുതിയെടുക്കുന്നതിൻ്റെ കൂടെ എഴുതിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എഴുതിയെടുക്കുക തന്നെ ചെയ്യണം. പിന്നെ BTechലോട്ട് ഇപ്പോൾ കടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം. പോളിടെക്നിക്ക് സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷേ BTech എന്ന് പറഞ്ഞാൽ അതൊരു 3 സ്റ്റെപ്പ് മണ്ടയിലാണ്. നമുക്ക് കയറാൻ കുറച്ച് പാടാണ്. ഞങ്ങൾ KTവിലൊക്കെ ആണെങ്കിലും നമ്മൾ പഠിച്ചെഴുതിയാലും ജയിക്കണമെങ്കിൽ നോക്കുന്നവരോട് വിചാരിക്കണം. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് KTU ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ പറയുന്നതാണ്. പോസ്റ്റിലാണ് അയക്കുന്നത്. സ്പീഡ് പോസ്റ്റാന്ന് പറഞ്ഞാലും ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 3 മാസം കഴിഞ്ഞ് അത് വരാൻ വേണ്ടി. നേരത്തെ കിട്ടണമെങ്കിൽ അവിടെ തിരുവനന്തപുരത്ത് പോയാൽ കിട്ടുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിനെ സഹായിച്ച മന്ത്രി, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ സാറുമാർ, അങ്ങനെ എന്തായാലും വെയിറ്റ് ചെയ്തതിന് ഫലമുണ്ടായി. NCCയുടെ ഗ്രേസ് മാർക്ക് കയറി, ഒരു 0.2 CGPAയും അധികം കയറി. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. കോളേജിൽ പഠിച്ച അവിടുത്തെ NCCയിലൊക്കെ ഉണ്ടായിരുന്നത് എല്ലാ സാറുമാരും, ഞങ്ങളുടെ ട്യൂട്ടറായ മനൂപ് സാറ്, ലാവിലെ എല്ലാ സാറുമാരും സപ്ലിയൊക്കെ എഴുതാൻ ചെല്ലുമ്പോഴും അവർ നല്ല കാര്യമായിട്ട് തന്നെയാണ് കെയർ ചെയ്തിരുന്നത്. അവരുടെ എല്ലാ സാറുമാരോടും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഒരു കൂട്ടുകാർ റിച്ചാർഡ്, കെവിന്, പേരെടുത്ത് പറയാൻ നവനീത്, മെവിന്, അങ്ങനെ അരവിന്ദ്, ടുട്ടു, വിഷ്ണു, അങ്ങനെ കുറേ പേര്, ശ്രാവണ്, സോനു, പോളിയിൽ തന്നെ എന്തോരം പേര്, എല്ലാവരുടെയും പേര് പറയാൻ സമയമില്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ എനിക്ക് റെക്കോർഡ് എഴുതി തരുകയും അസൈൻമെൻറ്റ് എഴുതി തരുകയും എന്നെ പരീക്ഷയ്ക്ക് പഠിക്കാൻ സഹായിക്കുകയും ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരോട് എല്ലാവരോടും ഒരുപാട് നന്ദി എല്ലാവരുടെയും. പിന്നെ എൻ്റെ മാതാപിതാക്കൾ എല്ലാവരും, അനിയൻ വീഡിയോഗ്രാഫർ അനിയനാണ്, അപ്പം അവനോടും നന്ദി പറയാണ്. പിന്നെ ഒത്തിരി പിന്നെ ആരെങ്കിലും നന്ദി പറയാൻ വിട്ടിട്ടുണ്ട് അവരോട് കേട്ടോ. എല്ലാവരോടും നന്ദി, താങ്ക് യു സോ മച്ച്. പിന്നെ പ്രാർത്ഥിക്കുക, നല്ലപോലെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ബലം ഉറപ്പായിട്ടും കിട്ടും. കാരണം അതിൻ്റെ ബലം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സപ്ലൈ എഴുതുന്നതിന് എനിക്കാണെങ്കിൽ എഴുതിയെടുത്തിട്ട് ലാസ്റ്റ് ഒരു സപ്ലി മാത്രമായിട്ട് നിൽക്കുമായിരുന്നു. അതാണെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ ഈ BTechന് കയറുന്നതിൻ്റെ എക്സാമുമാണ്. അപ്പം എങ്ങനെയും പാസ്സായാലേ അതിന് ഇവിടെ BTechന് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ലാസ്റ്റത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ലാസ്റ്റ് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴും പഠിച്ചിട്ടൊന്നും ആവുന്നില്ല. എങ്ങനെയും ജയിക്കണമെന്നൊക്കെ ഓർത്ത് പോയിട്ട് ഭാഗ്യത്തിന് ആ പരീക്ഷ ജയിച്ചു. അങ്ങനെ ഞാൻ ഇപ്പം BTechന് ഫൈനൽ ഇയർ പഠിക്കുകയാണ്. പക്ഷേ BTechന് സപ്ലി ഉണ്ട്. അതെങ്ങനെയും എനിക്ക് എഴുതിയെടുക്കണമെന്നുണ്ട്. എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. കാരണം പോളിടെക്നിക്കിൻ്റെ അഡ്മിഷൻ്റെ കയറുന്ന സമയത്ത് കുറച്ചധികം ഫീസ് അടയ്ക്കാനുണ്ട്. ആ സമയത്തൊക്കെ സഹായിച്ച് ഒരുപാട് കസിൻസ് ഉണ്ട്, അച്ഛന്മാരുണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദി. അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം ആവശ്യ സമയത്ത് അവർ അറിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദി. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. തുറക്കാൻ പോവാണ്. നമുക്ക് ഗ്രേഡ് കാർഡ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഗ്രേഡ് കാർഡിൻ്റെ കോപ്പിയാണ് നമുക്ക് നേരത്തെ ഞാൻ എടുത്തിരുന്നത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, താങ്ക് ഗോഡ്. അതുപോലെ തന്നെ പുറകിൽ കൺട്രോളർ ഓഫ് ടെക്നിക്കൽ എക്സാമിനേഷൻ തിരുവനന്തപുരം എന്നൊരു ബാഡ്ജ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ SBTയുടെ സൈറ്റിൽ കയറുക. ഞാൻ എടുക്കുന്ന സമയത്ത് SBT ബീറ്റ സൈറ്റിലായിരുന്നു. അപ്പോൾ സൈറ്റ് എടുക്കുക. അതിൽ നമ്മൾ പാസ്വേഡ്, യൂസർ ID കൊടുത്ത്
ലോഗിൻ ചെയ്യുക, ക്യാപ്ഷൻ കൊടുക്കണം. എന്നിട്ട് നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അവിടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുക. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അടുത്ത പേജിലോട്ട് അത് റീഡയറക്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മളവിടെ കൊടുക്കാനുള്ള ആ ബോക്സ് എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. ഗ്രേസ് മാർക്ക് അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും കയറാനുണ്ടെങ്കിൽ നിങ്ങൾ അത് കയറി കഴിഞ്ഞിട്ടേ കൊടുക്കാവുള്ളൂ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗ്രേസ് മാർക്കൊന്നും കയറാൻ സാധ്യതയില്ല. അത് കഴിഞ്ഞ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയുണ്ട്. അപ്പം മേക്ക് പേയ്മെൻറ്റ് ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ചെക്ക്ഡ് എന്ന് പറഞ്ഞൊരു ബോക്സ് വരും. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പേജിലോട്ട് അത് നമുക്ക് പേയ്മെൻറ്റിൻ്റെ സെക്ഷനാണ്. അപ്പം നമുക്ക് കാർഡ് പേയ്മെൻറ്റോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിഫേർഡ് ഗേറ്റ് വേ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് UPI എങ്ങനെ വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാം. ഞാനിവിടെ UPI ആണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് UPI സെലക്ട് ചെയ്യുന്നു. UPI സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഏതാണോ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുമ്പോഴത്തേനും അത് വെരിഫൈ ആവും. വെരിഫൈ കഴിഞ്ഞിട്ട് നമ്മൾ പേ നൗ കൊടുക്കുമ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതപ്പോൾ സക്സസ് ആവുകയും ചെയ്യും. അങ്ങനെ സക്സസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് 455 രൂപയാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ റേറ്റ്. അപ്പം പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വ്യൂ ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. കെവിൻ റിച്ചാർഡ് ബിടെക് ലാറ്ററൽ എൻട്രിയെ പറ്റി ഇവനാണ് പറയുന്നത്. എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ബിടെക് ലാറ്ററൽ എൻട്രി എന്താണെന്നോ. ബിടെക്കിന് ലാറ്ററൽ എൻട്രി ഉണ്ടെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ അതിനെപ്പറ്റി അറിയുന്നത്. പിന്നെ അവർ രണ്ടുപേരും കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ പഠിക്കുന്നതും. കെവിൻ RIT കോട്ടയത്താണ് പഠിക്കുന്നത്. അതുപോലെ റിച്ചാർഡ് GC ഇടുക്കിയിലാണ്. ഞാൻ പഠിക്കുന്നത് GC പാലക്കാടാണ്. നിങ്ങൾ പോളിടെക്നിക്ക് ട്യൂഷൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ റേറ്റിൽ ട്യൂഷൻ പഠിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ 5% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പഠിക്കാൻ A2UL കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പോളിടെക്നിക്ക് ട്യൂഷൻ, അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്കിനുള്ള ലാറ്ററൽ എൻട്രിയുടെ ട്യൂഷൻ, പിന്നെ ബിടെക് ട്യൂഷൻ നിങ്ങൾക്ക് സയൻസ് ടെക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും 5% ഡിസ്കൗണ്ടോടെ. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.